ഹലോ ഹലോ. അപ്പോൾ ട്രാവൽ ആൻഡ് ഫുഡ്സിലൂടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മൂന്നുപേരും കൂടിയാണോ അവിടെ ചെയ്യണേ? അറിയില്ലേ? അവനറിയില്ല. നമ്മൾ മൂന്നുപേരും കൂടെ അല്ല ചെയ്യണത്. നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യം എന്താന്നുള്ളത് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അവളകത്ത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് അതെന്താ അവള് ചെയ്തോണ്ടിരിക്കണെന്ന് കാണണ്ടേ? കാണോടി? Okay, let's go inside. കണ്ടാ അവളവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്നാടി പരിപാടി? ഇന്ന് നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ്. അത് നമ്മൾ ഈ എന്താണ് പനീർ എന്ന് കേട്ടിട്ടില്ല. ഇപ്പം ഈ പനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമുള്ള സംഭവങ്ങളാണ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ഞാൻ അറിഞ്ഞത്. കുറച്ച് കാലങ്ങൾക്ക് ശേഷമല്ല, അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ പനീർ വീട്ടിലുണ്ടാക്കും, അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒത്തിരി ഗുണങ്ങളുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രോട്ടീനാണ്, കാൽഷ്യം ഉണ്ട്, പല്ലിനും ബോൺസിനും നല്ലതാണ്, വെയിറ്റ് ലൂസിന് നല്ലതാണ്. ഞാൻ അറിഞ്ഞു വെയിറ്റ് ലൂസിന് നല്ലതാണ്. അതറിഞ്ഞു. ഇനിയിപ്പോൾ പനീർ ഉപയോഗിച്ച് തുടങ്ങും, അത് പറഞ്ഞു. അപ്പോൾ അതിന് നല്ലതാണ്. പിന്നെ എന്താണ് പറയുന്നത്? ഷുഗറിന് നല്ലതാണ്. കാരണം ഈ കീറ്റോ ഡയറ്റ് ഒക്കെ ചെയ്യണവരോട് പനീർ കഴിക്കാൻ പറയാറുണ്ട്. ഇപ്പൊ പനീർ നമ്മൾക്ക് എങ്ങനെ പാലിൽ നിന്നുള്ള കാർബോഹൈഡ്രേറ്റ്സ് മുഴുവൻ കളഞ്ഞിട്ട് കിട്ടുന്ന ഒരു സംഭവമാണത്. അപ്പൊ നമ്മൾ എങ്ങനെ ഇല്ല അതില്. അപ്പൊ വളരെ നല്ലതാണ്. നോർത്ത് ഇന്ത്യൻസ് ഇതിൽ ഒത്തിരി കഴിക്കും. നമ്മൾ അധികം കഴിക്കാറില്ല, പക്ഷെ നമ്മളതൊക്കെ കഴിച്ച് ശീലിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് ഇഷ്ടമായിരുന്നില്ല, പക്ഷെ ഇപ്പൊ ഇഷ്ടപ്പെട്ട് തുടങ്ങി. അപ്പൊ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അനുസരിച്ചുള്ള സൈസിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിന്റെ കറികളൊക്കെ ഉണ്ടാക്കി വേണ്ടത് അപ്പം അങ്ങ് ഉണ്ടാക്കിയെടുക്കാം. അതാണ് അതിന്റെ ഗുണം. അപ്പൊ അതെന്താണ് ഉണ്ടാക്കണേന്നുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കണേന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമുക്ക് എന്താ വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ മെയിനായിട്ട് എന്ത് സാധനമായിരിക്കും വേണ്ടത്. ഒത്തിരി സാധനങ്ങൾ ഒന്നും വേണ്ട. അപ്പൊ വേണ്ടത് പാല്. ഫസ്റ്റ് വേണ്ടത് പാല്. അപ്പൊ നമുക്ക് അന്ന് എന്താ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനാവശ്യമുള്ള പനീറിന് വേണ്ടിയിട്ടുള്ള പാല്. ഇപ്പൊ ഞാനിവിടെ 4 ലിറ്റർ പാലാണ് എടുക്കാൻ പോണത്. അപ്പൊ അത് 1 ലിറ്റർ മതിയെങ്കിൽ 1 ലിറ്റർ മതി ആവശ്യത്തിന്. പിന്നെ അതിൽ വേണ്ടത് നാരങ്ങയുടെ ഒരു 2 ടേബിൾ സ്പൂൺ നീര്. നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി. നാരങ്ങ നീരാകുമ്പോൾ നമ്മൾക്ക് ഹെൽത്തി ഓപ്ഷൻ ആണ്. നാരങ്ങ നീര് അല്ലെങ്കിൽ വിനെഗർ ഉപയോഗിക്കാം. വിനാഗിരി വിനെഗർ ഉപയോഗിച്ചാലും ഓക്കെ. അപ്പൊ ഞാനിവിടെ നാരങ്ങ ഉള്ളതുകൊണ്ട് നാരങ്ങ എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഗ്യാസൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി പാലെടുത്ത് സെറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ 4 ലിറ്റർ പാലും തീരുമാനിച്ചത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് 2 ലിറ്റർ ആക്കിയാ. കാരണം അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോഴും അയ്യോ ഇത്രയും ഉണ്ടാക്കണോ എന്നുള്ളൊരു ഫീലും വരില്ല. പെട്ടെന്ന് ഞങ്ങളുടെ കാര്യം നടക്കും. പെട്ടെന്ന് തിളച്ചും കിട്ടും. 4 ലിറ്റർ ഒക്കെ തിളച്ചിട്ട് കുറച്ച് സമയം എടുക്കില്ല. ഇത് 2 ലിറ്റർ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ ഇത് ഗ്യാസ് കത്തിച്ചു. ഞാൻ പാലൊഴിച്ചു. ഇത് 2 ലിറ്റർ ആണോ? യെസ്. ഇത് ഒത്തിരി ഉള്ള ഫീൽ ചെയ്യണോ? 2 ലിറ്റർ പാല് ഓക്കെ ആക്കി. അപ്പൊ നമ്മുടെ പാല് ഇതാ ചെറുതായിട്ട് തിളച്ച് വന്നോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പകുതി നാരങ്ങ വെള്ളം തിളച്ച് വന്നോണ്ടിരിക്കുമ്പോ നാരങ്ങ നീര് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പകുതി മതി കേട്ടോ. ഇത് പിരിഞ്ഞിങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിരിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ബാക്കിയും കൂടെ അങ്ങ് ഒഴിച്ചേക്കാം. എന്തായാലും ബാക്കി നാരങ്ങ നീരും കൂടെ ഒഴിച്ചേക്കാം. തികയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചോളുക. ഇതൊക്കെ നമ്മൾക്ക് പെർഫെക്റ്റ് കണക്കൊന്നുമില്ല. 2 മതി. അല്ല, ഇത് പിരിയണില്ലാന്ന് തോന്നുന്നു. ഇത് പിരിഞ്ഞോളും, പക്ഷെ എന്തെങ്കിലും കാരണവശാൽ പിരിയില്ലാന്ന് ശരിക്കും പിരിഞ്ഞ് വന്നില്ലെങ്കിൽ കുറച്ചും കൂടെ അങ്ങ് ഒഴിച്ചു വെക്കുക. ഇതെന്തായാലും മതിയാവും. തിളച്ച് വരുന്നുണ്ട്. പുറത്തായ കാരണം കാറ്റടിക്കുന്ന കാരണം കുറച്ച് സമയമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ ഇല്ലേ, നമ്മുടെ പഴയ വീഡിയോസും കൂടെ ഒക്കെ കാണാത്തവരാണെങ്കിൽ പോയൊന്ന് കണ്ട് അഭിപ്രായങ്ങൾ പറയുക. പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഗുണമുള്ള വീഡിയോസൊക്കെയാണ് പറഞ്ഞു തരുന്നത്. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് പറഞ്ഞു തന്ന അവർക്ക് അനുഭവത്തിലുണ്ടായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചെയ്ത് കാണിക്കുന്നത്. അതിലൊരു കള്ളത്തരോ ഒന്നും ഇല്ല കേട്ടോ. അപ്പം ചില മെസ്സേജുകളൊക്കെ കണ്ടുകൊണ്ട് അതിന്റെ അടിസ്ഥാനപരമായിട്ടാണ് ആക്ച്വലി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതെ, നമ്മളത് മെസ്സേജ് ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാതെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് ഞാനും ഞങ്ങളിപ്പോൾ അതിൻ്റെതായിട്ടുള്ള സെൻസിൽ ആ കാര്യങ്ങൾ എടുക്കുന്നുള്ളൂ. അതെ, നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇഷ്ടംപോലെ വരാറുണ്ട്. പക്ഷെ നമ്മൾ അതായത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. ആർക്കെങ്കിലൊക്കെ ഉപകാരം ഉണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യണതാണ്. അപ്പൊ നമ്മൾ എല്ലാത്തിലും പെർഫെക്റ്റും ഒന്നുമല്ല. അപ്പൊ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നാൽ നിങ്ങൾ ക്ഷമിക്കുക.
ഇപ്പൊ പിരിയണ്ടല്ലേ ഇപ്പൊ പിരിയുണ്ട് കണ്ടില്ലേ ഇതിലൊക്കെ ഉണ്ടോ ആ ഉണ്ടോ ഓക്കെ യെസ് ഇപ്പോൾ കുറച്ചും കൂടെ ആയി അല്ലേ ഈ പാല് ഇതിങ്ങനെ തൈര് പോലെ ആവണ അവസ്ഥയിൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ചില പാല് കട്ടിയില്ലാത്ത പാലാണെങ്കിൽ നമുക്കിങ്ങനെ വെള്ളം പോലെ കിടക്കണ കാണാം. ഇപ്പം ഇതിൽ വെള്ളം പോലെ വന്നില്ല, ഈ തൈര് ആവണ അവസ്ഥയിൽ നമുക്കങ്ങ് ഓഫ് ചെയ്തേക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇത് ഫുള്ള് തൈര് പോലെ ആവണം കേട്ടോ. അതായത് ഇത് വെള്ളം പോലെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇതൊരു പാല് മാറി ഇത് വെള്ളമായി, ബാക്കിയുള്ളത് തൈരുമായി. ആ ഒരു അവസ്ഥയിലാവുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും നമ്മളത് ഓഫ് ചെയ്തു. ഓഫ് ചെയ്തിട്ട് നമ്മളത് തണുക്കാൻ വേണ്ടി ഇത് ഡയറക്റ്റ് പിഴിഞ്ഞെടുക്കാം. ചൂടോടുകൂടി നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തണുത്തിട്ട് വയ്ക്കാം. അപ്പോൾ തണുത്തിട്ട് എടുക്കുവാണെങ്കിൽ ഗുണം എന്ന് പറഞ്ഞാൽ പനീർ സോഫ്റ്റ് ആയിരിക്കും. തണുത്തതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുക്കുമ്പോൾ പനീർ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് പഴുക്കാനല്ല, ആരും കേട്ടിട്ടില്ല കേട്ടോ, തണുക്കാൻ വിടാം. പോട്ടെ, സാരമില്ല. ഒരബദ്ധമൊക്കെ ഏത് പോലീസുകാരനും പറ്റും. വളരെ കഷ്ടപ്പാടാ, ഒരു രക്ഷയില്ല. അതെ, അപ്പൊ തണുത്തില്ലേ? അപ്പോൾ ഇത് ഫുള്ള് തണുപ്പ് ആയിട്ടില്ല കേട്ടോ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയമില്ലാത്ത കാരണം ഞാൻ കുറച്ച് ചൂടുണ്ട് ഇതിന്. അപ്പം ഞാനതങ്ങ് ചെയ്യുവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെടുത്തിട്ട് നമ്മൾ അരിക്കാനുള്ള തുണിയാണെങ്കിൽ തുണി എന്താന്ന് വെച്ചാൽ അതിലോട്ട് നമ്മൾ ഇത് മാറ്റുക. ഓക്കെ, ഇങ്ങനെ എടുത്ത് ഒഴിക്കുക. ഇത് ഞാനെടുത്ത് ഒഴിച്ച് തന്നാൽ എങ്ങനെ ഉണ്ടാവും? അതായിരിക്കും എളുപ്പം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഒഴിക്കാം. ഓക്കെ, നോക്കാം കേട്ടോ. ഒഴിച്ചോ. അത്യാവശ്യം ചൂടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പിഴിഞ്ഞെടുത്തു. You help me, ചില്ലു. ചില്ലുവിൻ്റെ വക ഹെൽപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഫുള്ള് അതിൽ നിന്ന് വെള്ളം പോണം. അപ്പൊ അങ്ങനെ മുഴുവൻ എന്താ പറയാ പാലും പിഴിഞ്ഞെടുത്തു, വെള്ളം പിഴിഞ്ഞെടുത്തു കളയണം. ഇതിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഞാൻ പിഴിയാനുണ്ടോ എന്നൊരു സംശയമുണ്ട്. ശക്തി കിട്ടണില്ല പിഴിയാനായിട്ട്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ അതിനൊരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അമക്കി ഉള്ളിൽ വെച്ചിട്ട് എന്ത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ ഒന്നങ്ങ് അമക്കി വെച്ച് നന്നായിട്ട് തുണി ഒന്നങ്ങ് മുറുക്കി ഇതിങ്ങനെ ആക്കി അതിൻ്റെ മേളിലോട്ട് എന്തെങ്കിലും ഒരു വെയിറ്റും അങ്ങനെ അങ്ങ് വെച്ചിട്ട് ഒരു 15 മിനിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടാ 15-20 മിനിറ്റ് കഴിഞ്ഞു. നമ്മളത് കട്ട് ചെയ്ത് നോക്കാം, അല്ല എടുത്ത് നോക്കാം എന്താ സംഭവിച്ചേക്കണേന്നുള്ളത് ഉണ്ടോ. അത് അതിന്റെ ഇടയ്ക്ക് നിഖില് ക്ലീൻ ആയിട്ടൊന്ന് പൊതിഞ്ഞു വെച്ചു. ഞാൻ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയത് നിഖിലൊന്ന് വൃത്തിയായിട്ടൊന്ന് പൊതിഞ്ഞു വെച്ചു. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടോ പീസ്. അപ്പം ഇത് ഒരു കോട്ടൺ തുണിയിലൊക്കെ ആണെങ്കിൽ നല്ല ഇതൊന്നും ഇങ്ങനത്തെ ഒന്നും ഇല്ലാണ്ട് നല്ല സംഭവമായിട്ട് വരും. കുറച്ച് നേരം കൂടെ ഇരിക്കാന്നാട്ടോ എനിക്ക് തോന്നണത്. ഇനി ഇത് കട്ട് ചെയ്ത് കാണിക്കട്ടെ? യെസ്, കട്ട് ചെയ്തോളൂ. കണ്ടോ, കണ്ടില്ല. ആക്ച്വലി ഇത് നമ്മൾ കുറച്ച് നേരവും കൂടെ ഒരു അരമണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലോണം സെറ്റ് ആവും. അപ്പൊ ഈ പൊടിഞ്ഞ് പോകുന്ന കിട്ടണതൊക്കെ ഇല്ലാണ്ടിരിക്കും നമുക്ക്. അപ്പോൾ കുറച്ച് നേരം കൂടെ വെക്കാം, ഒരു അരമണിക്കൂറൊക്കെ നന്നായിട്ടത് നല്ല ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും നന്നായിട്ട് വെച്ചിട്ട് വെക്കാവുന്നതേ ഉള്ളൂ ഇത്. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കണല്ലേ, അപ്പൊ അങ്ങനെ കറക്റ്റ് ഷേപ്പ് വേണമെന്നോ ഒന്നുമില്ല. മുറിച്ച് ഇങ്ങനെ ഒരു പീസ് എടുക്കട്ടെ. കണ്ട കണ്ട സോഫ്റ്റ് അത് ഇതിന്റെയാണ്. ഇത് ഇങ്ങനെ വെറുതെ തിന്നാ ഇത് മുട്ട ചിക്കി പൊരിക്കണ പോലെ ചിക്കി പൊരിച്ച് തിന്നാം. പിന്നെ ഈ പനീറിന് ചെറിയൊരു ടിപ്പ് പറയണം കേട്ടോ. പനീറിന് ചെറിയൊരു ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ
അത് നമ്മൾ സെറ്റാക്കുന്നതിന് മുമ്പേ ഒന്ന് വെള്ളമൊക്കെ പിഴിഞ്ഞിട്ട് ഒന്ന് എടുത്തിട്ട് ഉപ്പിട്ടിട്ട് ഒന്നോടെ അങ്ങ് അമ്മയ്ക്ക് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഉപ്പ് വെള്ളം ഇങ്ങനെ തെളിച്ചാൽ മതി, എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഉപ്പുള്ള പനീറായി. പിന്നെ നാരങ്ങ നീരിനേക്കാളും നന്നായിട്ട് തിളച്ച് ഇതൊക്കെ ഇത് ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് നല്ലത് വിനാഗിരിയാണെന്നാണ് എനിക്ക് തോന്നിയത് അല്ലേ അച്ഛാ? അതെ, വിനാഗിരി ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഇത് സെറ്റ് ആവാൻ കുറച്ച് സമയം എടുത്തു. വിനാഗർ ആവുന്ന സമയത്ത് പെട്ടെന്ന് സെറ്റ് ആവും. വിനാഗർ ആവുന്ന സമയത്ത് ഈ തൈര് പോലത്തെ സാധനം പെട്ടെന്നാവും, മറ്റേ നാരങ്ങ നീരിനേലും. അപ്പൊ അതാണ് ഇന്നത്തെ കാര്യം. നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി ഇത് ഫ്രൈ ചെയ്യാം, മുളകൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം, മുട്ട ചിക്കി പൊരിക്കണ പോലെ ഇങ്ങനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നല്ല ഉഗ്രം പിസ്സ വരെ കിട്ടുന്നുണ്ട്. അപ്പൊ പിസ്സ ഉണ്ടാക്കണമെങ്കിൽ അത് പറഞ്ഞാൽ ഞങ്ങൾ പിസ്സ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ കാണിച്ചു കേട്ടോ. നമ്മൾ വീട്ടിൽ എങ്ങനെ പിസ്സ ഉണ്ടാക്കുന്ന കുക്കിംഗ് ചെയ്തിട്ട് കാര്യമില്ല, ആരും കാണൂല. നിങ്ങളെയാ പറയണത്, നിങ്ങൾ കാണണ്ടതൊക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എന്നിട്ട് പേഴ്സണലൈസ്ഡ് മാറ്റി ഓളാക്കുക. അപ്പൊ നമ്മുടെ പഴയ വീഡിയോ എല്ലാവരും ഒന്ന് പോയി കാണുക. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷനുകളോട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതൊക്കെ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ അടുത്തൊരാഴ്ച കാണുന്നവരെ ബൈ ബൈ ഫ്രം ട്രാവൽ ആൻഡ് ഫുഡ് സ്റ്റോറി. ബൈ.